ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് ബേസിക് കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 6 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 5 വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വിഷയമാണ് GST. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ GSTയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുള്ള ലിങ്കിലൂടെ ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ PDF നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. GST പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. അപ്പോൾ GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ എന്താണ് GST എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനമുണ്ട്. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധതരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർധന നികുതിയാണ് GST. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് GST. GST നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. 1954 ഫ്രാൻസിൽ GST നടപ്പിലാക്കിയത്. അപ്പോൾ അടുത്ത ചോദ്യം, GST നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 160ാമത്തെ രാജ്യം. GST നടപ്പിലാക്കുന്ന 160ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇനിയും പറയുന്ന ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഓർത്തു വെക്കണം. GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. GST ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12-നാണ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. അപ്പോൾ GST ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3-നാണ്. GST ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8-നാണ്. GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാകുന്നത് നിയമനിർമ്മാണ സഭകളിലൂടെയാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാന നിയമനിർമ്മാണ സഭകൾ ഏതൊക്കെയാണ്? നമ്മുടെ പാർലമെൻറ്റും സംസ്ഥാനങ്ങളിലെ നിയമസഭകളും. അപ്പോൾ ഒരു സംസ്ഥാനത്താണ് ഒരു നിയമം പുതിയതായിട്ടുണ്ടാകണമെങ്കിൽ അത് സംസ്ഥാന നിയമസഭയാണ് പാസ്സാക്കേണ്ടത്. രാജ്യത്ത് ഉടനീളം ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ അത് പാർലമെൻറ്റിലുമാണ് പാസ്സാകേണ്ടത്. അപ്പോൾ ഈ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലുമൊക്കെ ആ നിയമം പാസ്സാക്കാൻ വേണ്ടി അത് അവതരിപ്പിക്കുന്നത് ബില്ല് രൂപേണയാണ്. ഇങ്ങനെ അവതരിപ്പിക്കുന്ന ബില്ല് ഈ നിയമനിർമ്മാണ സഭകളിൽ പാസ്സായതിനു ശേഷം ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ബില്ലൊരു നിയമമായി മാറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ GST ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. അന്നാണ് ഈ ബില്ല് ഒരു നിയമമായി മാറിയത്. പിന്നെ GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12-നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ്. സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഗവർണർ ഒപ്പുവെക്കുമ്പോഴാണ് അത് നിയമമായി മാറുന്നത്. GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2017 ജൂലൈ 1-നാണെന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ 1 നമ്മൾ ദേശീയ GST ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിൽ ദേശീയ GST ദിനമായി ആചരിക്കുന്നത് ജൂലൈ 1-ആണ്. 2018 ജൂലൈ 1 മുതലാണ് അങ്ങനെ ആചരിച്ചു തുടങ്ങിയത്.
GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. GST നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. GST നടപ്പിലാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം ജാർഖണ്ഡാണ്. അപ്പോൾ GST നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്, മൂന്നാമത്തെ സംസ്ഥാനം ജാർഖണ്ഡാണ്. എട്ടാമതായി GST നടപ്പിലാക്കിയത് ന്യൂഡൽഹിയാണ്. അപ്പോൾ GST നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമായി മാറി ന്യൂഡൽഹി. അപ്പോൾ എട്ടാമതായി GST നടപ്പിലാക്കിയത് ന്യൂഡൽഹിയാണ്. GST നടപ്പിലാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. GST നടപ്പിലാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. നമ്മുടെ രാജ്യത്ത് GST നടപ്പിലാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരമാണ് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ഒഡീഷയിലൂടെ GST നടപ്പിലാക്കിയപ്പോഴാണ് നമുക്ക് അതിനുള്ള അംഗീകാരം ലഭിച്ചത്. പിന്നെ മറ്റൊരു പ്രത്യേകത ജമ്മു കാശ്മീരിൻ്റെ കാര്യമാണ്. ജമ്മു കാശ്മീർ നമുക്കറിയാവുന്നതാണ്, പല നിയമങ്ങളും അവിടെ നടപ്പിലാക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, വിവരാവകാശ നിയമം പോലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും ജമ്മു കാശ്മീരിന് ബാധകമല്ല. എന്നാൽ അവിടെ GST നടപ്പിലാക്കി. അവസാനമായി GST നടപ്പിലാക്കിയ സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. കൂടാതെ അവിടെ നടപ്പിലാക്കിയത് ഒരു പ്രത്യേക GST ആണ്. സ്പെഷ്യൽ GST നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ചോദിച്ചാൽ അതും ജമ്മു കാശ്മീരാണ്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിൽ രൂപേണ അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അത് പാർലമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിയതിന് ശേഷം നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് ആ ബില്ല് നിയമമായി മാറുന്നത്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ്. എന്നാൽ അതിനിടയിലായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ പുതിയ നിയമം നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. അതെങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? ഭരണഘടനയിൽ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ് ഭേദഗതി വരുത്തി അതെന്ത് രൂപേണയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അത് ആർട്ടിക്കിൾ രൂപേണ, ആർട്ടിക്കിൾ അനുച്ഛേദം എന്ന് പറയും, അല്ലെങ്കിൽ വകുപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആർട്ടിക്കിൾ രൂപേണയാണ് അത് ഭേദഗതി വരുത്തി ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെ GST നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ GST എന്ന നിയമം ഉൾപ്പെടുത്തിയ ഭരണഘടനയുടെ അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതി 101ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ GST ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അമെൻമെൻറ്റ് എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ അത് 101ാമത്തെ അമെൻമെൻ്റാണ്. GST ഭരണഘടനാ ഭേദഗതി ബില്ല് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 122ആണ്. അപ്പോൾ 122ാമത്തെ ബില്ലാണ്. അപ്പോൾ ബില്ലെന്ന് ചോദിച്ചാൽ മാത്രം നമ്മൾ 122. പിന്നെ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ അത് 101ാം ഭേദഗതിയാണ്. ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിളാണ് അപ്പോൾ GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ എത്രയാണ്? 246A ആണ്. അപ്പോൾ GSTയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് 246A ആണ്. എന്നാൽ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 279A ആണ്. അപ്പോൾ എന്താണ് ഈ GST കൗൺസിൽ? നേരത്തെയും പറഞ്ഞു, ഈ GST എന്ന് പറയുന്ന നിയമം നമ്മുടെ രാജ്യത്ത് ഒരു നികുതി നിയമമാണിത് അപ്പോൾ ഈ GST എന്ന നികുതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ രൂപീകരിച്ച ഒരു ഉന്നത അധികാര സമിതിയെയാണ് നമ്മൾ GST കൗൺസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ GST നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിച്ച ഉന്നത അധികാര സമിതിയാണ് GST കൗൺസിൽ. ഈ GST കൗൺസിലിൻ്റെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ, ഞാൻ ഈ ചെയർമാൻ അഥവാ അധ്യക്ഷൻ എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു, ചെയർമാനും അധ്യക്ഷനും ഒന്നാണോന്ന്. അപ്പോൾ ചെയർമാൻ തന്നെയാണ് അധ്യക്ഷൻ. അപ്പോൾ GST കൗൺസിലിൻ്റെ ചെയർമാൻ അഥവാ അധ്യക്ഷൻ ആരായിരിക്കും? എപ്പോഴും അത് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അതായത് കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും എപ്പോഴും GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ? അരുൺ ജെയ്റ്റ്ലിയാണ് GST കൗൺസിലിൻ്റെ നിലവിലെ അധ്യക്ഷൻ. ഈ GST കൗൺസിലിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. GST കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയും. അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? GST കൗൺസിലിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷൻ എപ്പോഴും ആ കൗൺസിലിലെ അംഗമായിരിക്കും. പിന്നെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യമന്ത്രിമാരും GST കൗൺസിലിലെ അംഗങ്ങളാണ്.
അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ആരാണ് GST കൗൺസിലിലെ അംഗം ആരാന്ന് ചോദിച്ചാൽ അത് തോമസ് ഐസക്കാണ്. മന്ത്രി തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം GST കൗൺസിലിലെ അംഗമാണ്. GST കമ്മിറ്റി ഉണ്ടായിരുന്നു. GST കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ KM മാണിയാണ്. GST കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ഈ KM മാണി രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ നിലവിലെ ചെയർമാൻ അമിത് മിശ്രയാണ്. പിന്നെ GST നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് സാക്ഷം എന്നാണ്. GSTയുടെ മോട്ടോ എന്നാൽ ആപ്തവാക്യം എന്താണ്? 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നതാണ് GSTയുടെ ആപ്തവാക്യം. ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അമിതാഭ് ബച്ചനാണ് GSTയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പോഴത്തെ GSTയുടെ CEO അരുൺ ഗോയലാണ്. പ്രസൻറ്റ് CEO ഓഫ് GST അരുൺ ഗോയൽ. അടുത്തത് GST രജിസ്ട്രേഷനും നിരക്കുകളുമാണ്. GST രജിസ്ട്രേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാം. 15 അപ്പോൾ GST രജിസ്ട്രേഷൻ നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15. GST രജിസ്ട്രേഷൻ വേണ്ടാത്തത് ആർക്കാണ്? GST നിലവിൽ വരുമ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമായിരുന്നു. എന്നാൽ 2019 ജനുവരിയിലെ GST കൗൺസിലിൽ ഇത് 40 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. മലയോര സംസ്ഥാനങ്ങളിൽ ഈ പരിധി 10 ലക്ഷമാക്കി കുറയ്ക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ നിരക്കുകളാണ്, റേറ്റ്സ് ആണ്. അപ്പോൾ 5%, 12%, 18%, 28% എന്നിവയാണ് പ്രധാനപ്പെട്ട GST നിരക്കുകൾ. GST സാധന സേവന നികുതി നിരക്ക് അറിയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് GST റേറ്റ് ഫൈൻഡർ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച GSTയുമായി ബന്ധപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷനാണ് GST റേറ്റ് ഫൈൻഡർ. ഇതുപോലെ തന്നെ കേരള സർക്കാർ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അത് കേരള GST ആണ്. കേരളത്തിൽ GSTയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തുള്ള GST ഭവനാണ്. കേരളത്തിൻ്റെ GST കോഡ് 32 32. GST കോഡ് ഓഫ് കേരള 32. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST സിസ്റ്റം ഡുവൽ GST സിസ്റ്റമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന GST സിസ്റ്റം എന്ത് GST ആണ്? ഡുവൽ GST സിസ്റ്റം. അതായത് CGSTയും SGSTയും ചേർന്നുള്ളതാണ് ഈ ഡുവൽ GST സിസ്റ്റം. CGST എന്നാൽ സെൻട്രൽ GST എന്നും SGST എന്നാൽ സ്റ്റേറ്റ് GST എന്നുമാണ്. ഡുവൽ GST നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം കാനഡയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യ എത്രാമത്തേതാണ്? അപ്പോൾ ഡുവൽ GST നടപ്പിലാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. മറ്റൊരു GST ആണ് IGST, ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ചരക്ക് നീക്കം ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുമ്പോൾ ചുമത്തുന്ന നികുതിയാണ്, GST ആണ് IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് GST. മറ്റൊന്ന് E-Way ബില്ലാണ്. ഈ അടുത്ത കാലത്ത് വന്നൊരു പുതിയ ബില്ലാണ് E-Way ബില്ല്. GST പ്രകാരം ഇന്ത്യയിൽ സംസ്ഥാനത്തുടനീളം ചരക്ക് നീക്കം സുഗമമാക്കാൻ വേണ്ടി 2018 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന ബില്ലാണ് E-Way ബില്ല്. അപ്പോൾ E-Way ബില്ല് പ്രാബല്യത്തിൽ വന്നത് ഡേറ്റ് ചോദിക്കാം. 2018 ഏപ്രിൽ 1 E-Way ബില്ല് പ്രാബല്യത്തിൽ വന്നത്. വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന പുതിയ ക്ലാസ്സുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.